കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൂം ആപ്പിലൂടെയും നേരിട്ട് വന്നും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് വായിക്കാം എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ, എൻ മനം പുതുക്കി മാറിയിടുന്നു നിത്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ മനം പുതുക്കി മാറിയിടുന്നു നിത്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്ന് മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്ന് മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, എൻ്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും പിതാവേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്താലും അപ്പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ കാൽവരി ക്രൂശിലെ രക്തത്തിന്റെ യോഗ്യതയാലും അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ വരുന്നു. സജീവം കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ നല്ല കർത്താവേ, ഹല്ലേലൂയ. പാപത്തിലായിരുന്ന, ഈ ലോകത്തിന്റെ മോഹങ്ങളിലായിരുന്ന, അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന ഞങ്ങളെ പുത്രനോട് ഞങ്ങൾ വീണ്ടെടുത്തനായിരുന്നു. ഞങ്ങളുടെ സ്തോത്രം. പ്രിയപിതാവേ, ഇതാ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് ഞങ്ങളെ മനസ്സ് ബോധിക്കുന്നതിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം നൽകും, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുമെന്ന് പറഞ്ഞ കർത്താവ്, നീ സഭയുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളിന്ന് ഗ്രഹിക്കണം, അനുസരിക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചിരിക്കുന്ന ദൈവികാലോചന അത് ശരിക്കും ഞങ്ങളുടെ ആത്മീയ പൂർണ്ണതയിലേക്ക് എത്തുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ ക്രൂശിന്റെ മറവിൽ നിർത്തിയാട്ടെ. ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ എഫെസ്യ ലേഖനം 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. സ്തോത്രം. 2 പ്രാവശ്യം വായിച്ചൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. നാം ഇവിടെ വന്നിരിക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. നാം ക്രിസ്തുയേശുവിലൂടെ ഈ രക്ഷ പ്രാപിച്ചത്, രക്ഷ കൈവശമാക്കിയത് യാദൃച്ഛികമായിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ആകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവമായ കർത്താവിന്റെ മഹത്വം യാദൃച്ഛികമല്ല. ഞാൻ ആരുടെ ഏത് ദേശത്ത് ജനിക്കണമെന്നും, ആരുടെ മാതാപിതാക്കൾ മകനായി ജനിക്കണമെന്നും, ആരായിരിക്കണം എൻ്റെ ജീവിത പങ്കാളിയെന്നും, ആരൊക്കെയായിരിക്കണം നമ്മുടെ മക്കളെന്നും, നമ്മുടെ സഹോദരങ്ങൾ ആരാണെന്നും, നമ്മുടെ സഭ ഏതാണെന്നും എന്നൊക്കെയും മുൻകൂട്ടി നിശ്ചയിച്ചത് നമ്മുടെ ദൈവമായ കർത്താവാകും. നാം ഏത് ശുശ്രൂഷ ചെയ്യണമെന്നും ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവമായ കർത്താവാണ് തീരുമാനിച്ചത്. അത് യാദൃച്ഛികമല്ല എന്ന സ്തോത്രം. ഹല്ലേലൂയ.
നമ്മൾ നേരത്തെ പാടിയില്ലേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, പാടിയതല്ല വചനത്തിൽ പറഞ്ഞാൽ മതി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം. ഏത് നിർണയം? നമ്മള് ജനിച്ച് വളർന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ തീരുമാനിച്ചതാണ് ദൈവം? അല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ഒരു പദ്ധതി നമ്മെ കുറിച്ച് നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. സ്തോത്രം, സ്തോത്രം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നമുക്ക് ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 100-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 100-ന്റെ-3. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി. കേട്ടോ, യഹോവ തന്നെ അല്ലെങ്കിൽ കർത്താവ് തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി. നമ്മെ ഉണ്ടാക്കിയതാരാ? നമ്മെ സൃഷ്ടിച്ചതാരാ? ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. എപ്പോ സൃഷ്ടിച്ചു? ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞല്ലേ? ക്രിസ്തു യേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് നാം സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലും ആദാം എന്ന ഏക മനുഷ്യനിൽ നിന്ന് സകല മാനവജാതിയും ഉളവായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആദാമിൽ നിന്ന് ലഭിച്ച പാരമ്പര്യം അനുസരിച്ചും ആദാമ്യ പ്രവർത്തികൾ അനുസരിച്ചും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ചും നമ്മൾ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചിരുന്ന കാലത്തിൽ ദൈവം നമ്മെ കണ്ടു. എപ്പോ കണ്ടു? അന്നത്തെ ആ രാംദാസിനെ ദൈവം കണ്ടു. എന്നിട്ട് സകല അപരാധങ്ങളും സകല തെറ്റുകുറ്റങ്ങളും സകല പാപങ്ങളും ക്രിസ്തുയേശുവിൽ ക്ഷമിച്ചു തന്നുകൊണ്ട് എന്നെ അവന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപനാക്കി. ആദാമിലൂടെയാണ് നാം ഈ ഭൂമിയിൽ മനുഷ്യ ശരീരം എടുത്തു വന്നത്. ആദാമിൽ നിന്നാണ് മനുഷ്യ ശരീരം ഉണ്ടായത്. ആ മനുഷ്യ ശരീരം എടുത്ത് വന്ന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ യുക്തിക്കനുസരിച്ച്, എൻ്റെ ബുദ്ധിക്കനുസരിച്ച്, എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ജീവിച്ചിരുന്ന എന്നെ അവൻ ക്രിസ്തുയേശുവിൽ വീണ്ടെടുത്തു. എന്നിട്ട് ക്രിസ്തുയേശുവിൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ആ സൃഷ്ടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് ആദാമ്യ സ്വഭാവത്തിൽ നിന്നും എൻ്റെ പാരമ്പര്യ സ്വഭാവത്തിൽ നിന്നും പാരമ്പര്യ രീതികളിൽ നിന്നും ക്രിസ്തുയേശുവിൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഇത് മുൻ നിർണയിക്കപ്പെട്ടതാണെങ്കിലും ഈ കാലഘട്ടത്തിൽ നാം എന്നാണോ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്, എന്നാണ് ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ഈ രക്ഷ സ്വായത്തമാക്കുവാനിടയായത്, അന്ന് ദൈവം നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എപ്പോ ഒരുക്കി? നാം നന്മ പ്രവർത്തികൾ, അതായത് സൽപ്രവർത്തികള് ഈ കാലഘട്ടത്തിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അത് തീരുമാനിച്ചത് ഇന്നല്ല, നമ്മൾ ജനനശേഷമല്ല, അത് ലോകസ്ഥാപനത്തിന് മുമ്പാണ് ദൈവം നിശ്ചയിച്ചത്, മുന്നൊരുക്കിയത്, തീരുമാനിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ 40-ാം സങ്കീർത്തനം എടുക്കേണ്ട, അതിനു പകരം നമുക്ക് എബ്രായലേഖനം എടുക്കാം. എബ്രായലേഖനം 10-ാമത്തെ അധ്യായം. എബ്രായലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. എബ്രായർ 10:5. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പൊ കേവലം ഒരു ക്രിസ്തുയേശുവിന് മാത്രം, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മാത്രമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ കുറിച്ചാണ് 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമെടുത്ത് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നതെങ്കിലും ക്രിസ്തുയേശുവിനെ കുറിച്ച് മാത്രമല്ല, നമ്മെ കുറിച്ചും
ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിർണയമുണ്ട്. ആ നിർണയപ്രകാരമാണ് നാം ശരീരമെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അല്ലെ, നമ്മുടെ അപ്പനമ്മമാരിൽ നിന്നും ഒരു ശരീരം നമുക്ക് ലഭിച്ച് ജീവിക്കുന്നത് മുൻ നിർണയിക്കപ്പെട്ടത് കൊണ്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ ആ ശരീരം സജ്ജമാക്കിയതും നമ്മെ ഈ ഭൂമിയിലാക്കിയതും എന്തിനു വേണ്ടിയിട്ടാ? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുയേശുവിനെ ദൈവമായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ദൈവമേ, എനിക്കായി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ഈ ശരീരം കൊണ്ട് അവിടുത്തെ ഇഷ്ടം ചെയ്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഓരോ വ്യക്തികളും സമർപ്പിക്കപ്പെട്ടവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? അല്ലാണ്ട് നമുക്കൊരു ശരീരമുണ്ട്, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി എല്ലാം ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കേണ്ടവരല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി സൽപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് സൽപ്രവർത്തികളുണ്ട്. അതായത് നമ്മുടെ നന്മ പ്രവൃത്തികൾ ഈ നാട്ടിലുണ്ട്. നമ്മുടെ ജീവിച്ചിരുന്ന സമൂഹത്തിൽ നമ്മൾ കാണുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട്, മരുന്ന് വാങ്ങാൻ കാശ് കൊടുത്ത് ചികിത്സയ്ക്ക് കാശ് കൊടുക്കുന്നവരുണ്ട്, ഓരോ കാര്യങ്ങൾക്കും പൈസ മുടക്കി ഓരോ പ്രവൃത്തികളും ചെയ്യുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയും ദൈവികമാണെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ആ നന്മയാണെങ്കിലും പറഞ്ഞ പോലെ പരീക്ഷമാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, അതായത് ഈ ലോകത്തിന്റെ ആ പ്രവണത, അതായത് ചിലര് ലക്ഷ്യം വെച്ചിട്ടാകാം, അല്ലെങ്കിൽ എനിക്ക് പ്രശസ്തി വേണം, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ആൾക്കാർ നല്ലത് പറയണം, ഞാൻ നന്മയുള്ളവനാണെന്ന് പറയണം എന്നൊക്കെ വെച്ച് ലക്ഷ്യമിട്ട് കൊടുക്കുന്നതായിരിക്കാം. അതാണ് ഈ ലോകത്തിന്റെ മൊത്തം പ്രവണത അതാണ്. പക്ഷെ ആ ചിന്തയേക്കാൾ കവിയുന്നതായിരിക്കണം, വിശുദ്ധമായിരിക്കണം, മഹത്വകരമായിരിക്കണം നാം ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളെയും പിന്നിൽ ഉള്ള ഉദ്ദേശം ആയിരിക്കണം എന്ന് പറയുകയാണ്. അത് ക്രിസ്തുയേശുവിൽ, അവരൊന്നും ക്രിസ്തുയേശുവിനെ വിശ്വസിച്ചിട്ടല്ല ചെയ്യുന്നത്. അവരവരുടെ ദൈവത്തിന് മാധവ സേവ അത് ഹൈന്ദവ വിഭാഗത്തിലുണ്ട്. അതായത് മനുഷ്യനെ സേവിക്കുന്നത്, മനുഷ്യനെ നന്മ ചെയ്യുന്നത് ദൈവത്തിനെ ചെയ്യുന്നത് പോലെയാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. മാധവ സേവ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ മുസ്ലിം പള്ളിയുടെ ഭണ്ഡാരത്തിന് മുമ്പിൽ എഴുതി കടലടുത്ത് മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നു. അപ്പൊ അവരുടെ ഇടയിലുണ്ട് ദാനധർമ്മങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള മനോഭാവം. അതൊന്നും ക്രിസ്തുയേശുവിലൂടെയല്ല. പക്ഷെ ക്രിസ്തുയേശുവിലൂടെ എന്ന് പറയുമ്പോൾ അതിനൊരു മഹത്വമുണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ മഹത്വം നിർണയിക്കുന്നത് നാം എന്തുദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടാണ്. പിന്നെ ക്രിസ്തുയേശുവിൽ ആയി അത് ചെയ്തെങ്കിൽ മാത്രമേ അതിനും ദൈവപ്രസാദവും പൂർണ്ണതയും ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം ഇതിപ്പോൾ എഫേസ്യ ലേഖനം സഭ എന്താണെന്ന് മനോഹരമായി പഠിപ്പിക്കുകയാണ്. സഭയുടെ വളർച്ച എങ്ങനെയാണെന്ന് മനോഹരമായി പഠിപ്പിക്കുകയാണ്. സഭയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനോഹരമായി പഠിപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ സഭയുടെ ഉത്തരവാദിത്വം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉത്തരവാദിത്വം എന്താണ്? നാം അറിയണം, നമ്മെ ഇന്നലെ ഒന്നും ദൈവം തെരഞ്ഞെടുത്തതല്ല. നമ്മുടെ കഴിവ് കണ്ട്, നമ്മുടെ പണം കണ്ട്, നമ്മുടെ സൗന്ദര്യം കണ്ട്, നമ്മുടെ മറ്റ് സമ്പത്ത് വസ്തുവകകളെ കണ്ട് ദൈവം നമ്മെ സൽപ്രവർത്തികൾക്കായിട്ട് തെരഞ്ഞെടുത്തതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് നാം അത് ചെയ്തു പോരണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ടാണ് ദൈവം നമ്മളിൽ നിന്നും ക്രിസ്തുയേശുവിലൂടെയുള്ള അമഹത്വകരമായ സൽപ്രവൃത്തി ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അതിന് മഹത്വം ലഭിക്കത്തക്ക രീതിയിൽ ചെയ്യണമെങ്കിൽ അത് ക്രിസ്തുയേശുവിലൂടെ ആയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിണങ്ങരുത്. ഞാൻ അതിന്റെ പേരിൽ നാളെ സഭയിലേക്ക് വരില്ല എന്ന് പറയരുത്. അർത്ഥം പിണങ്ങാനല്ല ഞാനിത് പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ ശ്രീഭണ്ഡാരത്തിന് നേരെ, അതായത് വഴിപാട് അർപ്പിക്കുമ്പോൾ, ദേവാലയത്തിന് വഴിപാട് അർപ്പിക്കുമ്പോൾ ഒരു വിധവയായ ഒരു സ്ത്രീ വന്ന് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിനു നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു.
അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ട് എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സമ്പത്ത് ഉള്ളവര് സമ്പത്തിന്റെ കഴിവിനനുസരിച്ച് കൊടുത്തതിനെയല്ല കർത്താവ് പ്രശംസിച്ചത് തൻ്റെ ഉപജീവനത്തിനുള്ള തുക ആ ഭണ്ഡാരത്തിൽ ഇട്ടത് കൊണ്ടാണ് കർത്താവ് ആ ദരിദ്രയായ ഒരു വിധവ, വയസ്സായതാണോ പ്രായമായതാണോ സ്ത്രീ, എന്താ പ്രശ്നം? അപ്പോൾ ആ സ്ത്രീ വളരെ അവശതയായിട്ട് കയ്യിൽ കിട്ടിയത് എന്തെങ്കിലും ഇനി കർത്താവിനെ പ്രസാദിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചിട്ട് കൊടുത്തതല്ല. ദരിദ്രയായ വിധവ എന്ന് പറഞ്ഞിട്ടുള്ളൂ, പ്രായമോട് പറഞ്ഞിട്ടില്ല. തന്റെ മുമ്പിൽ ഇനിയും ജീവിക്കാനുള്ള ദിവസങ്ങളും മാസങ്ങളും ശേഷിക്കുന്നു. പക്ഷെ ദരിദ്രയായ വിധവ എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള ആ ചില്ലിക്കാശ് ഭണ്ഡാരത്തിൽ ഇട്ടു. ഇതിനെ ദൈവമായ കർത്താവ് പ്രശംസിച്ചു. ഇപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ തങ്ങളുടെ സമ്പത്തിന്റെ ശേഷിക്കനുസരിച്ച് ചെയ്യുന്നവരുണ്ട്. പിന്നെ തങ്ങളുടെ ഇല്ലായ്മയിൽ ദൈവമഹത്വത്തിന് വേണ്ടി കൊടുക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടരുണ്ട്. ആരാണ്? തങ്ങളുടെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഒരു ഭാഗം കർത്താവിന് മാറ്റിവെച്ച് കൊടുക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ആ ശ്രേഷ്ഠത, ആ മഹത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. സ്തോത്രം. ആ ദരിദ്രയായ വിധവ തൻ്റെ ഉപജീവനത്തിനുള്ള തുക അതിലിട്ടു. ആ വിധവ ഇന്നാണെങ്കിൽ പടിയേറുന്നു, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അല്ലെ? കർത്താവാണ്, ദൈവമാണ് അവളുടെ സമ്പത്ത്. ദൈവം കൊടുത്താൽ അവൾക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം കൊടുത്താൽ ഭക്ഷിക്കാം, ദൈവം കൊടുത്താൽ ജീവിക്കാം. ദൈവത്തിന് സ്തോത്രം. സക്കായി എന്നൊരു മനുഷ്യനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ. സക്കായി എന്ന മനുഷ്യന്റെ വീട്ടില് യേശു കർത്താവ് പോയി. യേശു കർത്താവ് സക്കായിയുമായിട്ട് സംഭാഷിക്കുന്നതിനിടയിൽ അവന്റെ ഭവനത്തിൽ വെച്ച് സക്കായി ഇങ്ങനെ മനസ്സ് തുറന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. പിന്നെ ബാക്കി പകുതി എന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്ന് ചതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 4 മടങ്ങായി ഞാനത് തിരിച്ചു കൊടുക്കും. അപ്പൊ സക്കായിയുടെ എത്ര കോടി രൂപ ഉണ്ടാവും? പകുതി ദരിദ്രർക്ക് കൊടുത്തുപോയി. ഇനി പകുതി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചതിവായിട്ട് പറ്റിച്ചിട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായിട്ട് ഞാനത് തിരിച്ചു കൊടുക്കും. അപ്പൊ സക്കായിയുടെ കയ്യിൽ എന്തുണ്ട്? ശൂന്യ. അപ്പൊ സക്കായി ഇങ്ങനെ പാടും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. സക്കായിക്ക് പാടാൻ പറ്റും അല്ലേ? യേശു മാത്രമേ ഉള്ളൂ. അവൻ്റെ സമ്പത്ത് ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ അവൻ്റെ സമ്പത്തല്ല വലുത്, യേശു കർത്താവാണ് വലിയതെന്ന് കണ്ടുകൊണ്ട് സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്കും പകുതി 4 മടങ്ങായി
തട്ടിച്ച് എടുത്തവരിൽ നിന്നും അവർക്ക് തിരികെ അവൻ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവ് എന്താ പറഞ്ഞ, ഇന്ന് ഈ ഭവനത്തിന്, ഇവനും അബ്രഹാമിന്റെ സന്തതിയല്ലോ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മഹത്വത്തെ കുറിച്ച് പറയുന്നതാണ് സ്തോത്രം. അതുകൊണ്ട് പിണങ്ങരുന്ന് പറയുന്നത്. ഇനി ധനികനായ ഒരു യുവാവ് കർത്താവിന്റെ അടുത്ത്, കർത്താവേ, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ചെയ്തു വരുന്നതാ. പക്ഷെ കർത്താവ് അവസാനം പറഞ്ഞു, നിന്റെ സമ്പത്ത് ഒക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ നീ ഇവൻ തന്നെ അനുഗമിക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതല്ല, വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. സ്തോത്രം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഒരു ഭാഗം കൊടുത്താൽ മതിയെങ്കിൽ ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ പകുതി ആയാലും കൊടുത്ത് അത് സന്തോഷവാനായേനെ. അങ്ങനെ വേണ്ടി കർത്താവിനനുസരിച്ചൊന്നുണ്ട്. പക്ഷെ നിന്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കണം എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മഹത്വം, സൽപ്രവർത്തികളുടെ മഹത്വം ക്രിസ്തുയേശുവിൽ എല്ലാവരും ആ സ്റ്റേജിലേക്ക് വളരണം. നമ്മൾ പാടുക, എൻ്റെ സമ്പത്ത് യേശുവല്ലാത്ത സമ്പത്തില്ല, നമുക്ക് വെറുതെ പാടുക. നമ്മൾ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് വരണം. നമുക്ക് ഈ ലോകത്തൊന്നും നേടാനില്ല. നമുക്ക് സമ്പത്ത് ആവശ്യം, പണം ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷെ ഈ ലോകത്ത് ഒന്നിനെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളത് മുഴുവൻ വിറ്റ് റോഡിൽ ഇറങ്ങി നടക്കാനല്ല ഞാൻ പറഞ്ഞത്, ആ ഉദ്ദേശമല്ല പറഞ്ഞത്. പക്ഷെ ആ മഹത്വത്തിലേക്ക് നാം നയിക്കപ്പെടണം. കർത്താവിനാണ് സ്തോത്രം. ഇത് ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് തീരുമാനിച്ചിട്ടില്ല. സമ്പത്തൊക്കെ വിറ്റ് തെണ്ടി പറക്കി നടക്കാനല്ല, മറ്റുള്ളവർക്ക് കൊടുത്ത് നടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പലരും, ഞാൻ പറയട്ടെ, പലരും ദൈവവേല നിമിത്തം, ഇന്നല്ല ആദിമകാലത്ത്, ഇന്നുണ്ടോയെന്നറിയില്ല, പലരും തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് ദൈവമഹത്വത്തിനായി കൊടുത്ത് ദൈവവേലയ്ക്ക് ഇറങ്ങി അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേക സാക്ഷ്യ വചനങ്ങളിലൂടെ, സാക്ഷ്യ പുസ്തകങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അന്ന് ആ തീഷ്ണതയും വിശ്വാസവും ഉള്ളതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ മഹത്വവും വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കൊടുത്തവർക്ക് കർത്താവ് ഒരിക്കലും നഷ്ടം വരുത്തുകയില്ല. അത് 10 മടങ്ങായി കർത്താവ് കൊടുക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഒരു സൽപ്രവൃത്തി മറ്റുള്ളവർ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം നമ്മളും കൊടുക്കണം. പക്ഷെ നമ്മുടെ മനോഭാവം, നാം ക്രിസ്തുയേശുവിൽ ഇത് ചെയ്യാൻ കടപ്പെട്ടവരാണ്. ഞാൻ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാനിത് ചെയ്യുന്നു, അവൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന് നിശ്ചയിച്ചു കൊണ്ടുവേണം മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരമോ പ്രശസ്തിയോ കിട്ടാൻ വേണ്ടി കൊടുക്കരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു സൽപ്രവൃത്തി പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്. ഇനി മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, എന്താണ്? തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഒരു സൽപ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. റോമാലേഖനം 12-ാമത്തെ അധ്യായം 17 മുതൽ, റോമാലേഖനം 12-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവത്തിന് സ്തോത്രം. ആദ്യം പറഞ്ഞത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അപ്പം നമുക്ക് നമ്മളോട് ആരെങ്കിലും വിരോധം വെച്ച് പെരുമാറുകയോ സംസാരിക്കുകയോ നമുക്കെന്തെങ്കിലും നഷ്ടം വരുത്തി വയ്ക്കുകയോ നമുക്ക് പറ്റാത്തതെന്തെങ്കിലും നമുക്കെതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ 3 സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒന്നെന്താണ്?
നമുക്ക് പകരം ചെയ്യാം. നമുക്കതിന് പകരം ചെയ്യാം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, പകരം ചെയ്യാം. ഏത് വിധത്തിൽ അവൻ ചെയ്തുവോ അതേ നാണയത്തെ നമുക്ക് തിരിച്ചടിക്കാം. 2, അവനോട് ദൈവം ചോദിച്ചുകൊള്ളും എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാം. നോക്കിക്കോ, നിന്നോട് ദൈവം ചോദിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് അല്ല, നമുക്ക് ചെയ്യാൻ പറ്റാതെയാണ്. ഒന്നാമത് നമ്മളെക്കാൾ ശക്തരായവരാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയും, നോക്കിക്കോ, നിന്നോട് ദൈവം ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിക്കണ്ട. ഈ ഭൂമിയിൽ ഞങ്ങൾക്കില്ലെങ്കിലും ദൈവം എന്നൊരുത്തനുണ്ട്, അവൻ ചോദിച്ച് അവൻ തക്ക കണക്ക് നിന്നെ കൊണ്ട് പറയിപ്പിക്കും എന്നൊക്കെ പറയും. ഒന്നത്. രണ്ടാമത്തെ കാര്യം അത്. ഇനി മൂന്നാമത്തെ കാര്യം, തിന്മയെ തോൽപ്പിക്കേണ്ട കാര്യം പറഞ്ഞ, തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കേണ്ട കാര്യം പറഞ്ഞ. അപ്പൊ പ്രതികാരം ദൈവത്തിനുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കാം. അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, നമുക്ക് പ്രതികാരം ചെയ്യാം. രണ്ടാമത്തെ കാര്യം, വേണമെങ്കിൽ നമുക്ക് പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം ചോദിച്ചോളും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മിണ്ടാതിരിക്കാം. എന്നിട്ട് നോക്കുന്നത് നിങ്ങളുടെ ആ വ്യക്തിക്ക് വരുന്ന സിനിമ കാണുവാൻ. കണ്ടില്ലേ, നശിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, എന്നോട് ചെയ്തതിൻ്റെയാണ് ഇന്ന് അനുഭവിക്കുന്നത്, എന്നോട് ആ വ്യക്തി ചെയ്തതിൻ്റെയാണ് ഇന്ന് ആ വ്യക്തി അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളാം. അതല്ല ദൈവം ക്രിസ്തുവേശുവിൽ മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തി. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികൾ, അതായത് നല്ല പ്രവർത്തികൾ, നന്മകൾക്ക് ഒരു ശ്രേഷ്ഠതയുണ്ട്. എന്തുകൊണ്ടാണോ? അത് ക്രിസ്തു യേശുവിൽ ആയതുകൊണ്ടാണ് അതിൻ്റെ ശ്രേഷ്ഠത. ഇതൊക്കെ ഈ ലോകം ചെയ്യുന്ന പ്രവൃത്തികളാണ്. പ്രതികാരം ചെയ്യലും, നിന്നോട് ദൈവം ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വഴിപാടും പ്രാർത്ഥനയൊക്കെ അർപ്പിക്കും ദൈവം അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ നന്മയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, തിന്മയാണ്. അതായത് എനിക്ക് വന്ന തിന്മ, അതിനു പകരം ആ വ്യക്തിക്കും തിന്മ വന്ന് ഭവിക്കണം. അതാണ് ഹൃദയത്തിലെ ആഗ്രഹം. അത് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. എന്താണ്? വായിച്ചാട്ടെ, 20ാമത്തെ വാക്യം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ട്. അവൻ മാനസാന്തരപ്പെടാൻ വേണ്ടി ചെയ്യണതാ. അവൻ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യണത്. നമ്മളോട് എതിർക്കുന്നവരെ അല്ലെങ്കിൽ ശത്രുതപരമായി പെരുമാറുന്നവരെ അവരുടെ മാനസാന്തരത്തിന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളത് കൊണ്ടുപോയിട്ട് നന്മ ചെയ്യാനല്ല പറഞ്ഞത്. കാരണം എന്നിലും അപരനിലും വസിക്കേണ്ടത്, അനുഭവിക്കേണ്ടത് നന്മയാണ്. സ്തോത്രം. യേശു പ്രാർത്ഥിച്ചത് എന്താ? ക്രൂശിൽ കിടക്കുമ്പോൾ അതുവരെയുള്ള സകല പാപവും ദൈവം മാനവജാതിയുടെ സകല പാപവും ക്രിസ്തുവിന്റെ മേൽ ചുമത്തി അവൻ കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുക. അവസാനം കർത്താവ് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ പാപം കൂടി ഞാൻ ഏറ്റെടുക്കുക. ഇപ്പോൾ ഇവർ ചെയ്ത ഈ അകൃത്യം കൂടി ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. എൻ്റെ മരണത്തിന് മുമ്പ് പിതാവേ, ആ കുറ്റം കൂടി എന്നിലേക്ക് വെച്ചാട്ടെ. ഇവരെ വെറുതെ വിടണമേ. ഇവർക്ക് നന്മ വരട്ടെ, ഒരു പാപവിമുക്തരാകട്ടെ, നന്മ അവരിൽ വന്ന് വസിക്കട്ടെ, അവർ നന്മ നിറയട്ടെ. ഈ കുറ്റം അവർക്ക് നിർത്തിയിട്ട് അവർ ശിക്ഷിക്കപ്പെടുവാൻ ഇടയാകരുത് കർത്താവേ. ക്രിസ്തുവിൻ്റെ അനുഭവം അതാണ് ശ്രേഷ്ഠത. ക്രിസ്തു യേശുവിൽ മുൻ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശ്രേഷ്ഠതയും നമ്മുടെ പ്രവൃത്തിയും അത്തരത്തിലായിരിക്കണം. 3 കാര്യങ്ങളുണ്ട്. മറ്റു 2 കാര്യങ്ങളും ലോകവും ആത്മീയരിൽ ചിലരും ചെയ്തു വരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ മൂന്നാമത്തെ കാര്യം ഒട്ടുമിക്ക ആളുകളും ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. എന്ത്? നിന്റെ ശത്രുവിന് അല്ലെങ്കിൽ നിനക്ക് വിരോധമായി പെരുമാറുന്നവർക്ക് നന്മ ചെയ്യുക. മറ്റൊരു ലക്ഷ്യവും എൻ്റെ ഹൃദയത്തിലില്ല, അവന് നന്മ മാത്രമായിരിക്കണം എൻ്റെ ലക്ഷ്യം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? സൽപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ അതിനെ കാണരുത്. സിമ്പിളായിട്ട് തന്നെ കാണുകയാണെങ്കിൽ ക്രിസ്തുയേശുവിലൂടെ കാണേണ്ടതാണ്. നമുക്ക് നമ്മുടെ സമ്പത്ത്, ദാനധർമ്മങ്ങൾ ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ലക്ഷ്യം നന്മയായിരിക്കണം. അതാണ് പറഞ്ഞ്, നിനക്കുള്ളതെല്ലാം വിറ്റ്
ദാനം ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല. എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് യാതൊരുവിധ ഉപാധികളുമില്ലാതെയാണ് സ്നേഹിച്ചത്. ക്രിസ്തു നമ്മെ രക്ഷിച്ചത് യാതൊരുവിധ ഉപാധികളുമില്ലാതെയാണ്. നമുക്ക് വേണ്ടി മരിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ അവൻ തയ്യാറായത്. ദൈവത്തിന് സ്തോത്രം. അവനെ വിശ്വസിക്കുന്നവർക്ക് അത് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരുവിധ ഉപാധിയും ക്രിസ്തുയേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം വെച്ചിട്ടില്ല. അവൻ്റെ സ്നേഹം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാവർക്കും കൊടുക്കുവാൻ തക്കോണം അവൻ സമ്പന്നൻ ആകുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുവാൻ തക്കോണം ദൈവം സമ്പന്നനാകുന്നു. അതായത് സമ്പത്തല്ല, ഡോളറല്ല, കറൻസി അല്ല, സ്വർണമല്ല, വെള്ളിയല്ല, പൊന്നല്ല. തൻ്റെ സ്നേഹം, തൻ്റെ കരുണ, തൻ്റെ ദയ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കരുണാസമ്പന്നനായ ദൈവം കരുണയും സ്നേഹവും ദയവും കൊടുക്കുവാൻ തയ്യാറാണ്. അതാണ് പ്രിയപ്പെട്ടവരെ. സമ്പത്തുണ്ടായിട്ടും, കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, സമ്പത്തുണ്ടായിട്ടും എത്ര സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും സമാധാനവും ആശ്വാസവും അനുഭവിക്കാൻ പറ്റാത്തവർ എത്രയോ പേർ ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം പിന്നെയുള്ള കാര്യം. ഒന്നാമത് വേണ്ടത് സമാധാനവും ആശ്വാസവുമാണ്. അത് നമുക്ക് ദൈവം തരുന്നുണ്ട് തക്ക സമയങ്ങളിൽ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതാണ് സൽപ്രവൃത്തികളുടെ ഒരു ഭാഗം ഞാൻ പറയുന്നത്. വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായാലും നന്മ പ്രവർത്തികളിലൂടെ സ്നേഹിക്കുന്നതായാലും അങ്ങനെ തന്നെ ചെയ്യുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി ഇത് മാത്രമല്ല, ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം. സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രവൃത്തി. ഒന്ന്, മനുഷ്യരെന്ന നിലയിൽ നാം ചെയ്തു പോരേണ്ടത്, അതായത് അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന നിലയിൽ നാം ചെയ്തു പോരേണ്ട ദൈവിക സ്വഭാവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ. രണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നാം വരണം. ദൈവത്തിനായുള്ള പ്രവർത്തികളുണ്ട് ഈ ഭൂമിയിൽ. ദൈവത്തിനായി പ്രവർത്തിക്കുന്നൊരു ഭൂമിയിലില്ലേ? സ്വാർത്ഥത വെടിഞ്ഞ്, സ്വസ്നേഹം വെടിഞ്ഞ്, എല്ലാം ത്യജിച്ച് ഭയങ്കര ത്യാഗമൊക്കെ ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ? അധ്വാനിക്കുന്നവരില്ലേ? അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. തങ്ങളുടെ നാടും വീടും കുടുംബവും മറ്റെല്ലാം വിട്ടുകൊണ്ട് കർത്താവിനെ അനുഗമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരോട് പ്രിയപ്പെട്ടവരെ സ്തോത്രം. അപ്പം നമ്മെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് ഇന്ന രീതിയിൽ ചെയ്യണമെന്നൊക്കെയും ഇന്ന സഭയുടെ ശുശ്രൂഷകനാണെന്നൊക്കെയും തീരുമാനിച്ചത് ആരാ? എപ്പോഴാ? ഇവിടെ വന്നിട്ടാണ് സംബന്ധിച്ചത്. ഓക്കെ, പക്ഷെ ലോകസ്ഥാപനത്തിന് മുമ്പ് അത് മുന്നൊരുക്കിയത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൽ എനിക്ക് അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഇനി മറ്റുള്ളവർ ചെയ്യുന്ന ശ്രേഷ്ഠകരമായ പ്രവൃത്തി പോലെ, ശുശ്രൂഷ പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നതിൽ എനിക്ക് ഖേദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഖേദിക്കേണ്ട കാര്യമില്ല. കാരണം ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇത് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച ശുശ്രൂഷയാണ്. അതിൻ്റെ പേരിൽ ആരും അഹങ്കരിക്കേണ്ട കാര്യവുമില്ല, ആരും ഖേദിക്കേണ്ട കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ താലന്തുകളുടെ ഉപമ കേട്ടോ. താലന്തുകളുടെ ഉപമ. ഒരു യജമാനൻ തൻ്റെ 10 ദാസന്മാരെ വിളിച്ച് 10 റാത്തല് വെള്ളി കൊടുത്തതുപോലെയല്ല. ആ ഉപമ വേറെ. മറ്റൊരു ഉപമ പറയുന്നുണ്ട്. തൻ്റെ ദാസന്മാരെ വിളിച്ച്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച്, ഒരുവന് 5 താലന്ത്, മറ്റൊരുവന് 2 താലന്ത്, മറ്റൊരുവന് 1 താലന്ത് എന്നിങ്ങനെ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു എന്നാണ് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം. മത്തായി 25-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ
ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അപ്പോൾ 5 താലന്ത് കിട്ടിയവൻ 2 താലന്തുള്ള നോക്കി, എനിക്ക് 5 എണ്ണം ഉണ്ടറാ, നിനക്ക് 2 എണ്ണല്ലേ ഉള്ളൂ. 2 എണ്ണം കിട്ടിയും പറയാണ്, എനിക്ക് അവനെ പോലെ 5 ഇല്ലെങ്കിലും നിന്നെ പോലെ അല്ല, എനിക്ക് 2 താലന്തുണ്ട്, 1 താലന്ത് 2 താലന്തുണ്ട്. അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? ഈ ശുശ്രൂഷയിൽ, ദൈവിക ശുശ്രൂഷയിൽ, ദൈവം ഏൽപ്പിച്ച വേലയിൽ അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? ആരും അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമില്ല. എന്നാൽ 1 കിട്ടിയവന് 2 കിട്ടിയവനെയും 5 താലന്ത് കിട്ടിയവനെയും നോക്കി അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവനാ 1ന്റെ കണക്ക് മാത്രം കൊടുത്താൽ പോരെ. 5 താലന്ത് കിട്ടിയ കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവനിൽ നിന്ന് കൂടുതൽ ചോദിക്കും. അപ്പൊ അവന് 5 താലന്തിന്റെ റിസ്ക് ഉണ്ട്. അവന് വേറെ 5 നേടേണ്ട റിസ്ക് അവന്റെ മേലുണ്ട്, നിയോഗം അവന്റെ മേലുണ്ട്. 2 താലന്ത് കൊടുത്തവന് വേറെ 2 താലന്ത് നേടേണ്ട റിസ്ക് അവന്റെ ജീവിതത്തിലുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള നിതാന്ത പരിശ്രമം അവന് ആവശ്യമാണ്. പക്ഷെ 1 കിട്ടിയവന് 1ന്റെ കണക്കല്ലേ കൊടുക്കണ്ടോ? അല്ലേ? അപ്പൊ അതുകൊണ്ട് അസൂയപ്പെടുകയും വേണ്ട. ഇതൊക്കെയും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാകൊണ്ട് ആ വക കാര്യങ്ങളിൽ ആരും അഹങ്കരിക്കുകയോ അസൂയപ്പെടുകയോ ഖേദിക്കുകയോ വേണ്ട എന്ന് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പറയുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ദൈവം നമ്മെ തൻ്റെ വേലയ്ക്കായി, തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ശേഷിയില്ല. നമ്മൾ ചിന്തിക്കുക, എനിക്കതിനുള്ള വൈഭവമില്ല, മറ്റുള്ളവരോട് പറയേണ്ട രീതി എനിക്കറിയില്ല, മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് ആര് തീരുമാനിക്കുകയാണ്? ഇപ്പം എന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതിക്ക് ദൈവം വിളിക്കുകയാണെന്നൊക്കെയാ. അപ്പം ഞാൻ അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമില്ല. കാരണം മോശയെ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി മോശയോട് ദൈവം പറഞ്ഞപ്പോൾ മോശ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവത്തോട്. എന്താണ് മോശ പറഞ്ഞത്? ദൈവമേ, എനിക്ക് ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്ക് ശരിയായ രീതിയിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ള കഴിവെനിക്കില്ല എന്ന് ആരോട് പറഞ്ഞു? യഹോവയോട് മോശ പറഞ്ഞു. അപ്പൊ യഹോവ എന്താണ് പറഞ്ഞത്? അതിന് യഹോവ അവനോട്, വചനം ഒന്ന് പറഞ്ഞു കൊടുത്തു. ഏതാണ് വചനം? പുറപ്പാട് 4:11. മോശ യഹോവയോട്, കർത്താവേ, നീ മുന്നേ തന്നെയും മടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയെ നിർമ്മിച്ചതാരാ? സൃഷ്ടിച്ചതാരാ? കുരുടനായി സൃഷ്ടിച്ചതും ഊമനായിട്ട് സൃഷ്ടിച്ചവനെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവമായ കർത്താവാണ്. ഓരോ ഉദ്ദേശമുണ്ട്. കുരുടനെ സൃഷ്ടിച്ചു. അപ്പൊ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇവൻ കുരുടനായി പിറക്കത്തക്ക വിണ്ണം എന്ത് പാപമാണ് ഇവൻ ചെയ്തത്? എൻ്റെ മാതാപിതാക്കന്മാരുടെ പാപമാണോ, ഇവന്റെ പാപമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞെന്താണ്? യഹോവയായ ഞാനല്ലയോ? അല്ല, കുരുടനായി പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എടുക്കണ്ട. അപ്പോ കർത്താവ് പറയാണ്, ഇവന്റെ പാപമോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപമോ അല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഊമനായി ജനിച്ചത്, കുരുടനായി ജനിച്ചത്. അപ്പൊ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അങ്ങനെ വൈകല്യങ്ങളോടുകൂടി ആരെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു അപകർഷതാബോധം വേണ്ട. സംസാരിക്കാൻ കഴിയുന്നവന് സംസാരിക്കാൻ കഴിവില്ലാത്തവനെ നോക്കി ഒരു അഹങ്കാരവും വേണ്ട. അവനെ ആ നിലയിൽ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ടാകും. ഊമനെ സൃഷ്ടിച്ചത്, കുരുടനെ സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് മോശയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ല, അയ്യോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ കോപം അവനോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യ്, എന്നാൽ നിനക്കൊരു ദിബ്ഭാഷി, ഒരു സഹായിയായിട്ട് നിന്റെ അഹരോനെ വിളിച്ചോ, അവൻ നന്നായിട്ട് സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവനെ ഏർപ്പാടാക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നോട് സംസാരിക്കും. അഹരോനെ വിളിച്ചാലും അഹരോൻ നിയമിക്കപ്പെട്ടാലും മോശ ഞാൻ നിന്നോട് സംസാരിക്കും. നിന്നോട് സംസാരിച്ച കാര്യങ്ങൾ നീ അഹരോന് പറഞ്ഞു കൊടുക്കുമ്പോൾ അഹരോൻ ജനത്തോട് സംസാരിക്കും. സ്തോത്രം. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടത് മോശയാണ്. അവൻ തടിച്ച നാവുള്ളവനാണെങ്കിലും സംസാരിക്കാൻ ശരിയായ രീതിയിൽ അവനക്കറിയില്ലെങ്കിലും ദൈവമായ കർത്താവ് അവനെ തെരഞ്ഞെടുത്തു. മോശയോട് അവൻ തൻ്റെ വഴികളെയും മാർഗങ്ങളെയും അവന് പഠിപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. ജനത്തെ എങ്ങനെ നയിക്കണം എന്നൊക്കെയും മോശയിലൂടെയാണ് തീരുമാനിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയിപ്പോൾ നമ്മൾ പറയാണ് എന്താണ്? കർത്താവേ, എനിക്ക് വേണ്ട കുടുംബ മഹിമയില്ല, ഞാൻ യോഗ്യനല്ല, എനിക്കതിന് ശ്രേഷ്ഠതയില്ല, എന്നെക്കാളും എത്രയും മിടുക്കന്മാരുണ്ട്. ഗിദെയോന്റെ അടുക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഗിദെയോനോട് പറയുന്നത്, നീ മിദ്യാന്യരെ രക്ഷിക്കും, ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ പറയണ, അയ്യോ കർത്താവേ, ഞാൻ എളിയവനാണ്, ഞാൻ എൻ്റെ ഗോത്രത്തിൽ എളിയൊരു കുടുംബമാണ് എന്നെ നീ ഇരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ യോഗ്യതയല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ആവശ്യം, നമ്മുടെ അനുസരണവും വിധേയത്വമാണ് ദൈവപ്രവർത്തിക്ക് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി പറയുകയാണ് നമ്മൾ എന്താണ്? ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് അധികം എക്സ്പീരിയൻസ് ഒന്നും ഈ കാര്യത്തിലില്ല, ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ കഴിവുകൊണ്ട്, ഞാൻ ഒരു ശിശുവാണ്, ഞാൻ ഒരു ബാലനാണ് എന്ന് ജെറമ്യ ആരോട് പറഞ്ഞു? ജെറമ്യയെ പ്രവാചകനായി നിയമിക്കുമ്പോൾ ജെറമ്യ കർത്താവിനോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ജെറമ്യയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായം 4 തൊട്ട് 1-4 തൊട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എപ്പോഴാണ് ജെറമ്യാവിനെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചത്? എപ്പോഴാ? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ആണ് ജെറമ്യാവിനെ ജാതികൾക്ക് പ്രവാചകനായി ഇസ്രായേലിൽ അവൻ പ്രവചിക്കണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചത്. ജെറമ്യാവിൻ്റെ ജനനശേഷമോ അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന സമയത്തും അല്ല. നമ്മൾ പഠിച്ചതിനനുസരിച്ച്, ഇത്രയും വരെ പഠിച്ചതിനനുസരിച്ച് മനസ്സിലാക്കിയ കാര്യം പറയാം. ലോകസ്ഥാപനത്തിന് മുമ്പാണ് ജെറമ്യാവിനെ തിരഞ്ഞെടുത്ത് പ്രവാചകനായിട്ട്. അവൻ്റെ കഴിവ് നോക്കിയിട്ടല്ല, അവനുള്ള എന്തെങ്കിലും മേന്മ നോക്കിയിട്ടല്ല അവനെ തിരഞ്ഞെടുത്ത്. ലോകസ്ഥാപനത്തിന് മുമ്പാണ് ജെറമ്യ ഇങ്ങനെ പ്രവാചകനാകണമെന്ന് ദൈവം തീരുമാനിച്ചത്. ഇപ്പോൾ ചിലർ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെ വളർത്തും. നീ പഠിക്ക്, നീ ശുശ്രൂഷിച്ച് പഠിക്ക്, നീ പ്രവചിച്ച് പഠിക്ക്, നീ പ്രാർത്ഥിച്ച് പഠിക്ക്, അത് പഠിക്ക്, ഇത് പഠിക്കുന്നല്ല. ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യം, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യം, അത് തക്ക സമയമാകുമ്പോൾ നമ്മളിലൂടെ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാൻ പറ്റാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമുക്കിത് കാണാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിക്ക് ഇത് അപ്പുറത്താ, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താ. ദൈവസഭയിൽ ബുദ്ധിയാണ് വേണ്ടത്, ശക്തിയാണ് വേണ്ടത്. ദൈവസഭയിൽ ബുദ്ധിയോ യുക്തിയോ അല്ല വേണ്ടത്, ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടത്. അത് ലോകത്തിനാവശ്യമായി ജ്ഞാനം, ബുദ്ധി, യുക്തി, അത് ഈ ലോകത്തിനാവശ്യ. പക്ഷെ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കേണ്ടതിന്, ദൈവത്താൽ നാം ഉപയോഗിക്കപ്പെടേണ്ടതിന് നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ നമ്മുടേതായിട്ടുള്ള ഒന്നിനും സ്ഥാനമില്ല. ദൈവം പകർന്നു തരുന്ന ആ ആത്മാവിന്റെ വ്യാപാര ശക്തി ഒന്നുകൊണ്ട് മാത്രം മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഇങ്ങനെ പറയാണ്, ഞാൻ ദൈവിക ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ യോഗ്യനല്ല, ഞാൻ ബലഹീനനായൊരു മനുഷ്യനാണ്, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ഞാൻ തയ്യാറല്ല, ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞൊരാള് യേശു പുരുഷാരത്തോട് സംസാരിക്കേണ്ടതിന് പത്രോസിന്റെ പടകിൽ കയറി. പത്രോസും അന്ത്രയോസും ഒരു പടകിൽ, വേറൊരു പടകിൽ യാക്കോബും യോഹന്നാനും മറ്റൊരു പടകിൽ. 2 മീൻപിടുത്തക്കാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ കരയ്ക്ക് വഞ്ചി അടുപ്പിച്ച് വലയൊക്കെ കഴുകി വൃത്തിയാക്കിയ ഒന്നും കിട്ടിയില്ല, ഒരു മീൻ പോലും കിട്ടിയില്ല അവർക്ക്. അപ്പൊ യേശു ചെന്ന് പത്രോസിനുള്ള പടകിൽ കയറി. എന്താ പത്രോസിനുള്ള? അപ്പൊ യോഹന്നാന്റെയും യാക്കോബിന്റെയും പടകിൽ കയറാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ വിവേചനം കാണിച്ച് പത്രോസിന്റെ പടകിൽ കയറിയത്? ഇത് അന്ന് തീരുമാനിച്ചതല്ല. അത് പത്രോസിന്റെ പടകിൽ കയറി സംസാരിക്കണമെന്ന് യേശു കർത്താവ് അന്ന് തീരുമാനിച്ചതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് നിശ്ചയിക്കപ്പെട്ടതുപോലെ. അതിന് പിന്നിൽ വേറൊരു ഗുട്ടൻസ് കൂടി പറയാം.
ലോകസ്ഥാപനത്തിന് മുൻ നിശ്ചയിച്ചതുപോലെ പത്രോസിന്റെ പടകിൽ കയറാൻ പറഞ്ഞു. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു. കരയിൽ നിന്ന് അല്പം നീക്കി അവൻ ജനത്തോട് സംസാരിച്ചു തീർന്നതിന് ശേഷം ഇനി ആഴത്തിലേക്ക് നീക്കി വലയിറക്ക എന്ന് പറഞ്ഞു. അങ്ങനെ വഞ്ചി പടക് ആഴത്തിലേക്ക് നീക്കി വലയിറക്ക എന്ന് പറഞ്ഞു. അവിടെ പത്രോസ് പറയുകയാണ്, നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ ഞങ്ങൾ നിന്റെ വാക്കിന് വലയിറക്കാം. നിന്റെ വാക്കിന് വലയിറക്കാം. കർത്താവിന്റെ വാക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഖാനായിലെ കല്യാണ നാളിൽ വീഞ്ഞു തീർന്നു മറിയോട് ചെന്ന് വിവരം അറിയിച്ചു. മറിയ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർ സ്ത്രീയെ, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ചയച്ചു. അപ്പൊ മറിയ ശുശ്രൂഷക്കാരോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? അവൻ വല്ലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അവൻ വല്ലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. യേശു പറഞ്ഞു, പുറത്ത് ശുദ്ധീകരണ നിയമപ്രകാരം വെള്ളം നിറയ്ക്കാനുള്ള കൽഭരണികളുണ്ടായിരുന്നു. യേശു പറഞ്ഞു, അതിൽ വെള്ളം നിറയ്ക്കുക. ശുശ്രൂഷക്കാർ അനുസരിച്ചു, ചോദ്യം ചെയ്യാതനുസരിച്ചു വെള്ളം നിറച്ചു. ഇനി കോരി വിരുന്ന് വാഴിക്കുക, അതായത് കലവറക്കാരന് കൊണ്ടുപോയി കൊടുക്കുക. അത് കൈകാര്യം ചെയ്യുന്ന കലവറ കൈകാര്യം ചെയ്യുന്നവൻ, അതൊരു നേതൃത്വ ഒരാളുണ്ട്, അവന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോടുത്തു. ആ വെള്ളം വീഞ്ഞായി മാറി. അതനുസരിച്ച് അവൻ ഞങ്ങളോട് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുസരിക്കുക, ജീവിതത്തിൽ അത്ഭുതം കാണാൻ സാധിക്കും. നാഥ, ഞങ്ങളുടെ സകല പ്രയത്നം കൊണ്ട് അധ്വാനിച്ചു, പക്ഷെ ഒന്നും സമ്പാദിക്കുവാനോ ഒന്നും മിച്ചം വയ്ക്കുവാനോ ഒന്നും ശേഖരിക്കുവാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല, ഒന്നും ലഭിച്ചില്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ നിന്റെ വാക്കിന് വലയിറക്കാം. അവൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. ഒരു പെരുത്ത മീൻകൂട്ടം, 5 മുങ്ങുവാറോളം ഒരു പെരുത്ത മീൻകൂട്ടം അവന് ലഭിക്കുവാൻ. ആ മീൻകൂട്ടം അതിൽ വഞ്ചി നിറയാൻ സ്ഥലമില്ലാതായപ്പോൾ തൊട്ടടുത്ത പടകുകാരെയും വിളിച്ച് അതിൽ ശേഖരിക്കുവാൻ ഇവിടെ വന്നൊരു സ്തോത്രം. അപ്പൊ പത്രോസ് എന്താ പറഞ്ഞേ? ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം. പത്രോസ് എന്താ പറഞ്ഞേ? ലൂക്കാ 5. ശിമയോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ട് പത്രോസ് സംഭ്രമിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നാഥ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ശരിയാണ്, നീ പാപിയാണ്, അപ്പൊ അതുകൊണ്ട് ഓക്കെ, ബൈ ടാറ്റ എന്ന് പറഞ്ഞാണ് പോയത്. അല്ല, ഭയപ്പെടേണ്ട ശിമോനെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഈ മീൻപിടുത്തത്തിൽ നീ സംഭ്രമിച്ചെങ്കിൽ, നിന്റെ അവസ്ഥ നീ മനസ്സിലാക്കി എന്നോട് ഏറ്റു പറഞ്ഞുവെങ്കിൽ, പത്രോസേ, ഇതിനും വലിയത് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവുക. മീൻ പിടിക്കുന്നതിന് പകരം ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. പാപിയായ മനുഷ്യൻ എന്നെ വിട്ടു പോകുന്നവർ മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് സംസാരിക്കും, നിനക്ക് ഞാൻ എൻ്റെ വഴികളെ പഠിപ്പിക്കും, നീ ചെയ്യേണ്ട ഇസ്രായേൽ ജനത്തെ എങ്ങനെ നയിക്കേണ്ട മാർഗം ഞാൻ നിനക്ക് പറഞ്ഞുതരും. നിന്റെ തടിച്ച നാവോ നിന്റെ സംസാര വാക് വൈഭവമോ അല്ല ഇവിടെ പ്രശ്നം, നീയാണ് ഇവിടുത്തെ നായകൻ. അതുകൊണ്ട് നീ തന്നെ ജനത്തെ നയിക്കണമെന്ന് പറഞ്ഞു. ഗിദെയോനോട് പറഞ്ഞു, നിന്റെ കുലമഹിമയോ അതൊന്നുമല്ല പ്രശ്നം, ഇവിടെ വിഷയം നീയാണ്. നിന്നിലൂടെ ഒറ്റ മനുഷ്യൻ എന്ന പോലെ ഇസ്രായേലിനെ മിഥ്യാനരുടെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കും. ജെറമ്യാവിനോട് പറഞ്ഞു, ജെറമ്യാവേ, നീ ബാലനെന്ന് പറയരുത്, നിന്റെ കുറവുകളിലേക്ക് നീ നോക്കരുത്. ഞാൻ നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ്, നീ പോണം, നീ പോയി ജനത്തോട് പ്രവചിക്കണമെന്ന് ജെറമ്യാവിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ പാപിയായിരിക്കാം, നീ നിന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലായി, പക്ഷേ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ മുൻകൂട്ടി നിശ്ചയിച്ച അത് നൂറ്റാണ്ടുകളുടെ ബലത്തിലല്ല, കാലഘട്ടത്തിന്റെ ബലത്തിലല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് നാം ഇന്ന മാതാപിതാക്കൾക്ക് ജനിക്കുമെന്ന്, ഇന്ന ദേശത്ത് ജനിക്കുമെന്ന്, ഇന്ന രീതിയിൽ ജീവിക്കുമെന്ന് കണ്ടറിയുന്ന ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികളുണ്ടല്ലോ, ക്രിസ്തുയേശുവിൽ ചെയ്തു വരുവാനായിട്ടുള്ള സൽപ്രവർത്തികൾ.
അതിനൊരു മഹത്വമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് സമൂഹത്തോട് ചെയ്യേണ്ട ധാർമ്മികതയുണ്ട്, ചില സൽപ്രവർത്തികളുണ്ട്, ചില ധർമ്മനിഷ്ഠകളുണ്ട്. അതുകൂടാതെ ക്രിസ്തുവേശുവിന് പകരമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ. യേശുവിൻ്റെ അടുക്കല് ശിഷ്യന്മാർ ആഹാരം വന്നപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട്, എൻ്റെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരമെന്ന്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരം നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ബലഹീനത, ഇപ്പോഴത്തെ കഴിവില്ലായ്മ, ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണവും വിധേയത്വവും ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലൂടെ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അതുകൊണ്ട് നാം ആ രീതികൾ പിന്തുടരണ്ട. ഈ ലോകത്തെ നോക്കി നമുക്ക് പലതും അറിയുവാനുണ്ട്. അറിഞ്ഞാൽ മതി, അത് ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട. അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ണും കാതും തുറന്നിരുന്നുകൊണ്ട് അറിയുക, അതനുഭവിക്കുക. എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ പോകരുത്. അറിയുന്ന എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പുലിവാലിൽ എന്ന് പെടുകയുള്ളൂ. അപ്പൊ അറിയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാതെ, അനുഭവിക്കാതെ, ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണെന്ന് ദൈവവചനത്തിൽ നിന്നും ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ഉറപ്പ് പ്രകാരവും അത് പ്രാപിച്ചിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള നന്മയുള്ള പൂർണ്ണതയുള്ള ദൈവഹിതം. രാംദാസേ, ലിജോ, ഇതാണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ആമേൻ പറഞ്ഞ് അത് സ്വീകരിക്കുക. ചോദ്യം ചെയ്യരുത്. ചിലപ്പോൾ സംസാരശേഷി ശരിയല്ലായിരിക്കാം, ചിലപ്പോൾ സമ്പത്തില്ലായിരിക്കാം. ഇപ്പോൾ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സമ്പത്ത് ആരാ കൊടുക്കണേ? എന്നെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് എന്നെ നിയോഗിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ എൻ്റെ പിന്നാലെ വരും. പണമായി വരും, സാഹചര്യങ്ങൾ വരും, വസ്തുവകകൾ വരും. അതെൻ്റെ പിന്നിലാ. പക്ഷെ ഞാൻ നോക്കേണ്ടത് എൻ്റെ പിന്നിലുള്ള വസ്തുവകയല്ല, എൻ്റെ മുന്നിലുള്ള ദൈവമായ കർത്താവിനെ ആയിരിക്കണം ഞാൻ നോക്കേണ്ടത്. എങ്കിലാണ് നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതിനാണ് ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദാമിൽ നിന്ന് ജനിച്ചവരായ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് ആദാമിന്റെ പാരമ്പര്യത്തിലും ദോഷങ്ങളിലും നമ്മുടെ പാപങ്ങളിലും തഴക്കദോഷങ്ങളിലും ഒക്കെ കിടന്നിരുന്ന നമ്മെ അവൻ തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് വീണ്ടും ക്രിസ്തുയേശുവിൽ നിയോഗിച്ചിരിക്കുക. ക്രിസ്തുയേശുവിലാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. എഫെസ്യ ലേഖനം 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആരാ ചെയ്തു പോരണ്ടേ? എനിക്കുള്ള പ്രവൃത്തി ഞാനാ ചെയ്യേണ്ടത്. അല്ലേ? മറ്റുള്ളവരുടെ പ്രവൃത്തി അത് അവർ ചെയ്യും, എനിക്കുള്ള പ്രവൃത്തി ഞാൻ ചെയ്യാം. പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കയ്യും കാലിട്ട് കടത്തുന്നതാണ് നമ്മുടെ പരാജയം. നമുക്കുള്ള പ്രവൃത്തി ഏതാണെന്നും നമ്മുടെ ശുശ്രൂഷ ഏതാണെന്നും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം വിജയിച്ചു, ജീവിതം പൂർണ്ണമായി. അതിനു പകരം മറ്റുള്ളവരെ പോലെ ആകുവാൻ, യേശുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹമില്ല കേട്ടോ. യേശുവിനെ പോലെ ആകാനല്ല ആഗ്രഹിക്കുന്നത്, പ്രശസ്തരായ മറ്റുള്ളവരെ പോലെ ആകുവാൻ, ലോകത്തിൽ പേരെടുത്ത മറ്റു വ്യക്തികളെ പോലെ ആകുവാൻ. അതിനല്ല നാം ശ്രമിക്കേണ്ടത്. നമ്മെക്കുറിച്ച് എഴുതി വെച്ച യേശുക്രിസ്തു പറഞ്ഞു, എന്താണ്? ദൈവം നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നമ്മെക്കുറിച്ചും എഴുതി വയ്ക്കപ്പെട്ട ചില പ്രവർത്തികളുണ്ട് സ്വർഗത്തിൽ. നാം ചെയ്തു പോരേണ്ടതിന് നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിലൂടെ എഴുതി വയ്ക്കപ്പെട്ട ചില പ്രവർത്തികളുണ്ട് സ്വർഗത്തിൽ. ആ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ അത് പൂർണ്ണമാക്കപ്പെടുമ്പോഴാണ്, പ്രാവർത്തികമാക്കപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. യേശുക്രിസ്തു 30 വയസ്സ് വരെ ജീവിച്ചു. 30 വയസ്സ് വരെ
കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, സമൂഹത്തിന് വേണ്ടി ജീവിച്ചു, തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവിൻ്റെ ഒരുക്കിയ സമയത്ത്, പിതാവിൻ്റെ സമയമായപ്പോൾ അവൻ ഇറങ്ങി, ശുശ്രൂഷയ്ക്കായി ഇറങ്ങി. അവൻ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപനാൽ സ്നാനമേറ്റതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഉയർന്നാറെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേൽ വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവിക മഹത്വത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കപ്പെട്ട യേശു 3.5 വർഷത്തോളം പിതാവ് എന്തു ചെയ്യുന്നു, പിതാവ് എന്തു പറയുന്നു, പിതാവ് എന്ത് പ്രവർത്തിക്കുന്നു, പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് ഈ ഭൂമിയിൽ നിവർത്തിച്ചുകൊണ്ട് ക്രൂശിൽ കിടന്ന് പറഞ്ഞു, ഇതാ സകലതും നിവർത്തിയായി. നമ്മെക്കുറിച്ച് ദൈവം അങ്ങനെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കായി മാറ്റി വയ്ക്കപ്പെട്ട, നമുക്കായി എഴുതി മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ചില പ്രവർത്തികളുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതാരഞ്ഞറിയണം നമ്മൾ. ആ ദൈവം മുമ്പാകെ മനസ്സ് പുതുക്കി, മാനസാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവം മുമ്പാകെ ചെല്ലുക. അപ്പം അങ്ങനെ ചെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നാം നിയോഗിക്കപ്പെടുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ, ആ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ദൈവം മറ്റുള്ളവരോട് സ്വാർത്ഥതയില്ലാതെ ക്ഷമിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രതിഫലം നോക്കാതെ നന്മ ചെയ്യുവാൻ ഒക്കെ ദൈവം നമ്മൾ ഒരുക്കും. അതാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ ദൈവം മഹത്വമെടുക്കുന്നതും ജീവിതം അർത്ഥപൂർണമാകുന്നതും അതുവഴിയാണ് എന്ന് ദൈവസഭയെ ഈ ദൈവിക ആലോചനകളുടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.